നമുക്കറിയുന്ന പോലെ ശ്രീചിത്ര ആശുപത്രി, തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രി നമുക്കറിയാം ഈ ന്യൂറോയിലും അതുപോലെ തന്നെ ഹാർട്ടിലുമൊക്കെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും നല്ല ചികിത്സകൾ ലഭിക്കുന്ന ഒരു ആശുപത്രിയാണ് ശ്രീചിത്ര ആശുപത്രി. സംസ്ഥാനത്തെ നല്ല രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു ആശുപത്രികളിൽ ഒന്നാണ് ശ്രീചിത്ര ആശുപത്രി. അവിടെയാണ് ശസ്ത്രക്രിയ പ്രതിസന്ധി ഉണ്ടായത്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, മെഡിക്കൽ സൂപ്രണ്ട് എന്നിവരുൾപ്പെടെ അധികൃതരുടെ യോഗമാണ് നടക്കുന്നത്. ഹാൻസ് ഉണ്ട് വിവരങ്ങളുമായിട്ട്. ഹാൻസ്, ഉപകരണക്ഷാമത്തെ തുടർന്ന് ശസ്ത്രക്രിയകൾ ദിവസങ്ങളായി മുടങ്ങിയ അവസ്ഥയായിരുന്നു, രോഗികൾ വലയുന്ന അവസ്ഥയായിരുന്നു. യോഗം ഇപ്പോൾ ആരംഭിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ പറയാം. സേതു, ഇന്നു മുതലാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ ഉണ്ടാകില്ല എന്നുള്ള ഒരു വിവരം രോഗികൾക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് പ്രധാനമായും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മരുന്നുകളും സ്റ്റെന്റുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് ക്ഷാമം നേരിട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് ആശുപത്രി കടന്നത്. കാരണം ഓരോ വർഷവും ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളാവട്ടെ മരുന്നുകളാവട്ടെ അവരുടെ കരാറ് പുതുക്കേണ്ടത് ഓരോ വർഷവുമാണ്. പക്ഷേ 2023 ശേഷം ഇത്തരത്തിൽ ഉപകരണങ്ങളുടെയോ വസ്തുക്കളുടെയോ കരാറ് പുതുക്കുന്നുണ്ടായിരുന്നില്ല. ഈ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്നാണ് ഇതിന്റെ ഓരോ വകുപ്പ് മേധാവികളും ആശുപത്രിയുടെ ഓരോ വകുപ്പ് മേധാവികളും ഡയറക്ടർക്ക് കത്തായി നൽകിയത്. ഇത്തരത്തിൽ ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം ഇനി ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയില്ല എന്നുള്ള വിവരം പങ്കുവച്ചത്. തുടർന്നാണ് ഇന്നു മുതൽ, തിങ്കളാഴ്ച മുതൽ ഇനി അങ്ങോട്ട് ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ സാധ്യമല്ല എന്നുള്ള വിവരം രോഗികൾക്കടക്കം ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് നൽകിയത്. ഇന്ന് മാത്രം ന്യൂറോ ഇന്റർവെൻഷണൽ സർജറി അടക്കം 6ഓളം സർജറികളാണ് നടക്കേണ്ടിരുന്നത്. അവയെല്ലാം നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ആഴ്ചയിൽ മാത്രം ഏകദേശം 30ഓളം സർജറികൾ നടക്കുന്ന ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിന്റെ കീഴിലാണ് ആശുപത്രി വരുന്നത്. ഇതിനോടകം തന്നെ എംപിമാർ ഈ വിഷയം വകുപ്പിൽ അറിയിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡയറക്ടറും മെഡിക്കൽ സൂപ്രണ്ടും അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്താനാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. ഈ യോഗത്തിന് ശേഷം ഒരു ഔദ്യോഗിക പ്രതികരണവും ഉണ്ടാകും. എന്തായാലും നിലവിൽ കേന്ദ്ര സർക്കാരിനെ അടക്കം അറിയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കാനാണ് ആശുപത്രി അധികൃതരുടെയും അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെയും നീക്കം. സേതു. യെസ്, ഓക്കെ ഹാൻസ്, വ്യക്തമാണ്.